ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ഫണൽ ചാർട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാൻ വിഷ്വലൈസേഷൻ പാനലിൽ നിന്ന് ഫണൽ ചാർട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്യാൻവാസിൽ നിന്ന് റീസൈസ് ചെയ്ത് വെക്കുന്നു. ഈ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ സബ് കാറ്റഗറിയും സെയിൽസുമാണ് ഉപയോഗിക്കുന്നത്. ആ രണ്ട് ഫീൽഡ്സും ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫണൽ ഷേപ്പിലുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഫണൽ ചാർട്ട് എന്ന് പേര് ലഭിക്കാൻ കാരണം. ഇതിൻ്റെ ടോപ്പിലുള്ള, അതായത് ഏറ്റവും കൂടുതൽ വിഡ്ത്തുള്ള ആ ഒരു ഫോൺസ് എന്ന കാറ്റഗറിയാണ്, സബ് കാറ്റഗറിയാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നിട്ടുള്ളത്. അങ്ങനെ ഇതൊരു ഡിസെൻഡിങ് ഓർഡറിൽ പോവുകയാണ് ഈ ചാർട്ട്. അതുകൊണ്ടാണ് ഇതിന് ഫണൽ ചാർട്ട് എന്ന പേര് കിട്ടിയത്. ഇതിൻ്റെ സ്റ്റൈലിങ്ങിനായി ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ സൈസ്, ഡാറ്റ ലേബൽസ് ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഈസിയായി ഒരു ഫണൽ ചാർട്ട് ഉണ്ടാക്കേണ്ടത്.